ഞാൻ അങ്ങോട്ട് വിളിച്ചായിരുന്നു. അപ്പൊ എങ്ങനെയൊക്കെയോ മാജിക്കലി ചാക്കോച്ചന്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അത് പൊളിയാവട്ടെ എന്ന് പറയാനുള്ളൊന്നുമില്ല. ഒന്നും ചിന്തിക്കാണ്ട് വെറുതെ പോയി കാണുക. അങ്ങനെ മാസ്മരികമായിട്ടുള്ള പരിപാടിയല്ല, പക്ഷെ എന്നാൽ തന്നെ എല്ലാവരും ഗംഭീരമാണ്. അവരെ പറ്റി പ്രത്യേകിച്ച് പറയണ്ട കാര്യം രാഫി മൂന്നാമത്തെ പടമാണ്. കൂടപ്പറപ്പ് പോലെ എല്ലാവരും ഉണ്ട് ഇപ്പോഴും. മനോജ് ഗംഭീര ഡാൻസറാണ്. ആ കലക്കം പരിപാടി. വിഷ്ണു രഘുവിന് മാത്രം വരാൻ പറ്റില്ല, കാരണം ചെറിയ പനിയായിട്ട് റെസ്റ്റിന് നടക്കണം. ആ ഒരു സങ്കടം ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവൻ എന്തായാലും റിക്കവർ ആയിക്കൊണ്ടിരിക്കണേ. റിക്കവറായിട്ട് എന്തായാലും ഒരുമിച്ച് ഞങ്ങൾ കൂടി പോകും. ഇവരെല്ലാവരും രേവതി എല്ലാവരും അശോകേടും പൊളിച്ചു, ഒന്നും പറയാനില്ല. മനസ്സിലായില്ല. ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ. അതായത് ഒരാൾക്ക് ടോണിനൊക്കെ വ്യത്യാസം ഫ്രണ്ടിന് ഇങ്ങനത്തെ എന്തോ ഉദ്ദേശിക്കണമെന്ന് നീ പറഞ്ഞാലേ എനിക്കത് ഉത്തരം തരാൻ പറ്റുള്ളൂ. അല്ല ഗ്ലാം അങ്ങനെയല്ല വെച്ചാൽ എത്ര ആൾക്കാർ ഇതിന് മുമ്പും പല ആക്ടേഴ്സ് ഇതിന്റെ അപ്പുറം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യണ്ട. ഞാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു റോള് ചെയ്യണമെങ്കിൽ അതിന് അനുയോജ്യമായിട്ടൊരു കഥ വേണം. അങ്ങനത്തെ കഥ കറക്റ്റ് ഇതിൽ വന്നുകൊണ്ടാണ് ചെയ്യാൻ എനിക്ക് ഒരു എനർജി ഉണ്ടായത്. പടത്തിന്റെ ബേസിക് മെയിൻ ത്രെഡ് ഒരു പ്രേമമാണ്. ഇത് ക്യാരക്ടറിന്റെ സംഭവം ഉണ്ട്, പക്ഷെ എന്നാലും ഇവന്റെ തലവരനെ പറ്റിയാണ് പറയുന്നത്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കഥ ഉണ്ടെങ്കിൽ അത് ആ ക്യാരക്ടറിന് ഉണ്ട്. പക്ഷെ ആ ക്യാരക്ടറിനെ നമ്മൾ വെറുതെ ഒരു കഥയിൽ കൊണ്ടിട്ടിട്ട് കാര്യമില്ല. ഇതിന് അനുയോജ്യമായിട്ടുള്ള പരിപാടി കൂടെ നിൽക്കുന്ന ആൾക്കാർ വേണം. അതൊത്തു വന്നു. അതെ, ഇവനൊക്കെ നമ്മൾ എത്ര പടങ്ങൾ ഒരുമിച്ച് വെക്കണം. അതെ, സുമതി ഇത് കഴിഞ്ഞ സുമതികളെ ചെയ്തത് അഭിനയിച്ചത് ഇറങ്ങി ഓഡീഷനിലെ കാര്യം കാണിച്ച് എല്ലാരും കാണട്ടെ. ഫീലൊന്നുമില്ല കേട്ടാ, കാരണം ഭയങ്കര സന്തോഷമുണ്ട്. ഇല്ലാന്ന് ഒരിക്കലും പറയണം. പക്ഷെ ഇത് ആൾക്കാര് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പടമാണ്. അത് എത്രത്തോളം ആൾക്കാരുടെ അടുത്തേക്ക് എത്തുമെന്ന്